കാസർഗോഡ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ നെറ്റിയിലെ കറുത്ത കുറി മാഞ്ഞതിൽ പല കഥകളും മണ്ഡലത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതെല്ലാം വോട്ടിനായുള്ള അടവാണെന്നാണ് മണ്ഡലത്തിലെ കിംവദന്തി. ഇതാണ് സാക്ഷാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ. നെറ്റിയിലെ കറുത്ത നീളൻ കുറി, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന ഐഡൻറ്റിറ്റി. എന്നാൽ കാസർഗോഡ് എത്തിയപ്പോൾ ഒരു മാറ്റം, വളരെ ചെറിയൊരു മാറ്റം. ഈ കറുത്ത കുറി കാണാനില്ല. സംഭവം വളരെ സിമ്പിളാണ് കേട്ടോ. രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നാൽ മനസ്സിൽ തെളിയുന്ന ചിത്രത്തിന് നെറ്റിയിലെ കറുത്ത നീളൻ കുറിക്ക് വലിയ പങ്കുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥിയായി കാസർഗോഡ് എത്തിയ ശേഷം ഉണ്ണിത്താനെ കണ്ട ജനങ്ങൾ ഒന്നു ഞെട്ടി. കാണാനില്ല, ആ കറുത്ത നീളൻ കുറി കാണാനില്ല. പ്രചരണത്തിനായുള്ള ചുവരെഴുത്തിലും ബാനറിലുമെല്ലാം കാണുന്ന ചിത്രത്തിൽ ആ കുറിയുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥിയെ നേരിൽ കാണുമ്പോൾ ആ കുറി എവിടെ പോയെന്ന് ആരും ഒന്ന് നോക്കിപ്പോകും. ഇതെല്ലാം വോട്ടിനായുള്ള ഒരു സൈക്കോളജിക്കൽ മൂവല്ലേന്ന് പലരും അടക്കം പറയുന്നുണ്ട്. അല്ല, അങ്ങനെ പറഞ്ഞാലും കുറ്റം പറയാനാവില്ലല്ലോ. ന്യൂനപക്ഷ വോട്ടുകൾക്ക് വലിയ സ്വാധീനമുണ്ട് കാസർഗോഡ്. മണ്ഡലത്തിൽ മാത്രമല്ല, ജില്ലയിലെ UDF നേതൃത്വത്തിൽ പോലും മുസ്ലിം ലീഗിനുള്ള സ്ഥാനം ചില്ലറയല്ല. അരയും തലയും മുറുക്കി കുറിയും മായ്ച്ച് വോട്ട് പെട്ടിയിലാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. തെരഞ്ഞെടുപ്പായാൽ ഇങ്ങനെ പലതും കാണണം, കേൾക്കണം. എല്ലാം ജയിക്കാനും കോട്ട പിടിക്കാനുമായുള്ള ഒരൊന്നൊന്നര കളിയാണല്ലോ. കാസർഗോഡ് നിന്നും ആനന്ദ് കൊട്ടില, 24.